കൊടൈക്കനാൽ ഒരു കാടിനുള്ളില് ഒരു കൂട്ടം നായ്ക്കളെ സ്വന്തം മക്കളെ പോലെ താലോലിച്ച് വളർത്തുന്ന ഒരു മനുഷ്യനെയും മൂപ്പര് ചെറിയൊരു പ്രോപ്പർട്ടിയും കാണിച്ചുതരാം. ഈ കാണുന്നതാണ് സഞ്ജു ചേട്ടൻ. പ്രകൃതിയോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഇതൊക്കെ മൂപ്പര് ചുണക്കുട്ടികളാണ്. കാണുന്ന പോലെയല്ലേ, എല്ലാം ഇറക്കുമതിയാണ്. ഇതിനെയൊക്കെ മൂപ്പരൊരു ദൈവം പോലെ കാണുന്നത്. ഇവന്മാരെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചുതരാം. അതിനു മുന്നേ നമുക്കൊന്ന് പ്രോപ്പർട്ടി കണ്ടുവരാം. പീസ്ഫുള്ള് നോക്കി വരുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ ഒരുപാട് ആർഭാടം പ്രതീക്ഷ ആരും വരാനും നിൽക്കണ്ട. ഇതിന്റെ ഉള്ളിക്കൊന്ന് കയറിപ്പോയപ്പോ ഞാൻ തന്നെ തട്ടിപ്പോയി. ഒരു പഴയകാല ഇംഗ്ലീഷ് പണികൾ. എപ്പോ ടൂർ വന്നാലും വലിയ റിസോർട്ട് മാത്രം നോക്കി പോണവര് ഇതൊന്ന് ട്രൈ ചെയ്തേ പറ്റൂ. ചുമരിലെ കുത്തിവരകളും ഒരു മരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഏണി വഴി കയറിപ്പോയ രണ്ടാം നിലയിലെ ഈ കാണുന്ന ഒരു അഡാർ വ്യൂ. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പീസ്ഫുള്ള്. മാക്സിമം 10 പേര്, പിന്നെ പ്രൈവറ്റ് ആയിരിക്കും. ഇതാണ് ലക്ഷ്മിക്കുട്ടി. എനിക്ക് നല്ല ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയാണ് നായ്ക്കളെ. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ പേടി മാറിയ പോലെയൊക്കെ. ഇതാണ് റാസ്ത. ഒരു സാധനം ഇട്ട് കൊടുത്താൽ മാക്സിമം താഴെ വീഴും മുന്നേ പിടിക്കും. ഇതുപോലത്തെ ഒരുപാടെണ്ണം സഞ്ജു ബ്രാൻഡ് ഉള്ള കയ്യിലുണ്ട്. ഇവരെ പാർപ്പിടം വരെ നാച്ചുറാണ്. പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്നതാണ് പറയാൻ കാരണം. ഒരുപാട് മൊഞ്ചുള്ള പൂക്കള്, ചെടികള്, ഇതെല്ലാം ചേർന്ന് വർണ്ണിക്കപ്പെട്ടതാണ് ഈ സ്വർഗം. എടുത്തു പറയേണ്ടത് കൃഷി അടക്കണ്ട്. മനുഷ്യന് പകരം മണ്ണിനെയും മൃഗങ്ങളെയും മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന വല്ലാത്തൊരു മനുഷ്യൻ. അതുകൊണ്ട് കച്ചറ ടീംസ് ഒന്നും ദയവ് ചെയ്ത് പോവാൻ നിൽക്കരുത്. അവസാനം തോട്ടത്തിലുണ്ടായ ഒരു ഫ്രൂട്ട് എനിക്കും തന്നു. അതോടെ ഞാനും ഹാപ്പി, മൂപ്പരും ഹാപ്പി, കണ്ടു നിന്ന നിങ്ങളും ഹാപ്പി. അപ്പൊ സലാം.